അസ്സാം വലൈക്കും. എ വെരി ഗുഡ് മോർണിംഗ് ടു യു ഓൾ. ഞാൻ ഡോക്ടർ മെഹമ്മൂദ് മുത്തയെടുത്ത് എല്ലാവർക്കും സുഖവും സന്തോഷവും നേരുന്നു. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു ഓൺലൈൻ സ്കൂൾ പ്രോഗ്രാമിൽ ഒരമ്മ ചോദിച്ച ചോദ്യമാണ്, ഡോക്ടറെ, എൻ്റെ കുഞ്ഞു ബേബിക്ക് 9 മാസമേ പ്രായമായിട്ടുള്ളൂ. അവൻ്റെ വന്ന 2 പല്ലും ഇപ്പോഴേ കേടായി. എന്താ ഞാൻ ചെയ്യുക? ഞാനാണെങ്കിൽ അവനെ മുലപ്പാൽ മാത്രമേ കൊടുക്കാറുള്ളൂ. നിങ്ങളൊക്കെ ചുറ്റും വീട്ടിലോ അല്ലെങ്കിൽ കുടുംബങ്ങളിലൊക്കെ ഇങ്ങനത്തെ കുട്ടികളെ കാണാറില്ലേ? ചെറിയ പാല് കുടിക്കുന്ന പ്രായത്തിലുള്ള കുട്ടികളുടെ പല്ലുകളൊക്കെ കേടുവന്ന് ചിലപ്പം വീക്കവും വേദനയൊക്കെ ആയിട്ട് കുറ്റിപ്പല്ലായിട്ടിരിക്കുന്ന. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ്. ബേബി ബോട്ടിൽ ടൂത്ത് ഡീക്കേ അല്ലെങ്കിൽ നഴ്സിംഗ് ബോട്ടിൽ കാരീസ് എന്ന് വിളിക്കുന്നത്. അതെങ്ങനെ വരുന്നു, നമുക്ക് വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ അതിനെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ കുട്ടികളുടെ പാൽപ്പല്ലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മുമ്പൊരു വീഡിയോ ചെയ്തതിന് നിങ്ങളൊക്കെ നല്ല റെസ്പോൺസ് തന്നിട്ടുണ്ട്. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും ആ വീഡിയോ കാണണം. ആ വീഡിയോ കണ്ടതിന് ശേഷം ഇത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് നല്ലൊരു അവബോധം ഉണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് ഈ നഴ്സിംഗ് ബോട്ടിൽ കാരീസ് അല്ലെങ്കിൽ പാൽ കുടിക്കുന്ന കുട്ടികളിൽ ഇങ്ങനെ പല്ലുകൾ കേടാവുന്നത്? നമ്മളൊക്കെ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണത്. നമ്മുടെ കുഞ്ഞു ബേബി പിറന്നു വീഴുമ്പോൾ അവരുടെ വായിൽ ഈ പല്ലിനെ കേടാക്കുന്ന ബാക്ടീരിയകൾ ഉണ്ടാകുന്നില്ല. പലപ്പോഴും അവരുടെ സ്പൂണോ ഗ്ലാസ്സോ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത്, അവരുമായിട്ടുള്ള ഭക്ഷണം ഷെയർ ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കിസ് ചെയ്യുന്ന സമയത്ത്, അങ്ങനെയൊക്കെയാണ് ഈ അവരുടെ സിബ്ലിങ്സിൽ നിന്നും അതേപോലെ അമ്മയിൽ നിന്നുമൊക്കെ ഈ ബാക്ടീരിയാസ് അവരുടെ വായിലെത്തുന്നത്. പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് അവരുടെ പല്ലിൽ ഈ പാല് പൂള് ചെയ്ത് കിടന്ന് അല്ലെങ്കിൽ അത് പറ്റിപ്പിടിച്ച് അതിൽ ഈ ബാക്ടീരിയാസ് പെരുകുകയും അത് ആസിഡ് ഉണ്ടാക്കി പ്രത്യേകിച്ചും ഈ പല്ലിനെ ദ്രവിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഉറങ്ങുന്ന സമയത്ത് ഒരുപാട് നേരം കുപ്പിപ്പാലൊക്കെ ഏറ്റ് കുട്ടികൾ ഉറങ്ങുമ്പോൾ ഒരുപാട് നേരം ഈ പാല് പൂള് ചെയ്ത് കിടക്കുകയാണ് പല്ലിൽ. അങ്ങനെ പൂള് ചെയ്ത് കിടക്കുമ്പോൾ ബാക്ടീരിയയൊക്കെ പെരുകാനും ഒരുപാട് ആസിഡ് ഉണ്ടാക്കി പല്ലിനെ എളുപ്പത്തിൽ ദ്രവിപ്പിക്കാനും കഴിയും. അങ്ങനെയാണ് ഈ കുട്ടികളുടെ പല്ല് ഏറ്റവും എളുപ്പത്തിൽ കേടാവുന്നത്. അപ്പോൾ നേരത്തെ അമ്മ ചോദിച്ചൊരു ചോദ്യമുണ്ട്, അതായത് ഞാൻ അവർക്ക് കുപ്പിപ്പാൽ ഒന്നും കൊടുക്കാറില്ല, മുലപ്പാൽ മാത്രമാണ് കൊടുക്കുന്നത്, എന്നിട്ടും പല്ല് കേടാവുന്നു. പാൽ നമ്മൾ അറിയേണ്ടത് എല്ലാ തരത്തിലുള്ള പാലിലും ഷുഗർ അടങ്ങിയിട്ടുണ്ട്, കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. ഈ കാർബോഹൈഡ്രേറ്റിനെയാണ് ഫെർമെൻറ്റ് ചെയ്തിട്ട് ആസിഡാക്കി ബാക്ടീരിയാസ് മാറ്റുന്നത്. അപ്പോൾ ഏത് പാല് കുടിച്ചാലും കുട്ടിയുടെ വായ ശരിയായിട്ട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ അത് പാല് പറ്റിപ്പിടിച്ചിട്ട് പല്ല് കേടാവാൻ എളുപ്പമാണ്. നഴ്സിംഗ് ബോട്ടിൽ കാരീസ് വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കുട്ടികളെ ബോട്ടിൽ ഫീഡ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ചും ഷുഗർ അടങ്ങിയിട്ടുള്ള പാൽ ഉപയോഗിച്ചിട്ട് ഫീഡ് ചെയ്യുന്നത്. ഇത് നമുക്ക് പലർക്കും ഒരു സ്വഭാവമാണ്. കുട്ടികൾ ചോദിച്ചിട്ടില്ലെങ്കിലും നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടാണ് അവർക്ക് പാല് കൊടുക്കുക. അപ്പോൾ 2 പ്രോബ്ലംസ് അതിലുണ്ട്. ഓൾറെഡി പാലിൽ അടങ്ങിയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പിന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന ഷുഗറിലുള്ള പ്രശ്നങ്ങളും. അപ്പോൾ ബാക്ടീരിയാസിന് എളുപ്പത്തിൽ പെരുകാനും സഹായിക്കുന്നു. പ്രത്യേകിച്ചും ഉറങ്ങുന്ന സമയത്തൊക്കെ ഈ കുപ്പിപ്പാലായിട്ട് ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ പാല് കുടിച്ചിട്ട് ഉറങ്ങുമ്പോൾ ഒക്കെ വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കുകയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചോദ്യം, ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാകാം? ഞാൻ പറഞ്ഞതുപോലെ ഈ അസുഖത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ പാല് തന്നെയാണ്. അത് ഷുഗർ ആഡ് ചെയ്തിട്ടുള്ള കുപ്പിപ്പാലും അതേപോലെ മുലപ്പാലും ഒക്കെ തന്നെയാണ്. അതോടൊപ്പം തന്നെ പലരും ഈ പാൽക്കുപ്പിയിൽ പുറത്തു പോകുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ ഒക്കെ നമ്മൾ ഷുഗറി ഡ്രിങ്ക്സ്, മറ്റ് ജ്യൂസ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടാവും. അതൊക്കെ പ്രശ്നം തന്നെയാണ്. പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മൾ കുട്ടികൾക്കൊക്കെ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇപ്പോൾ ചോക്ലേറ്റ്സ് കൊടുക്കുന്നു. ചോക്ലേറ്റിനോടൊപ്പം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊട്ടാറ്റോ ചിപ്സ്, ലേസ്, ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള പല്ലിൽ പറ്റിപ്പിടിക്കുന്ന തരത്തിലുള്ള ഈ ചിപ്സൊക്കെ ഏറ്റവും എളുപ്പത്തിൽ പല്ലിനെ ദ്രവിപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ കുട്ടികളുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ എടുത്തു മാറ്റിയേ പറ്റുള്ളൂ. അപ്പോൾ നമുക്കൊരു സ്വാഭാവികമായിട്ടുള്ള സംശയം, എങ്ങനെയാണ് ഇതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അമ്മമാർക്ക് നിങ്ങൾ കുട്ടികളുടെ മേൽചുണ്ടൊന്ന് പൊക്കിയിട്ട് അവരുടെ മേൽവരിയിലെ പല്ലുകൾ മോണയും പല്ലും ചേരുന്ന ഭാഗത്ത്
ചെറിയ തരത്തിലുള്ള വൈറ്റ് സ്പോട്ട്സോ അല്ലെങ്കിൽ വൈറ്റ് ലൈൻസോ ഉണ്ടാവുന്നു എന്ന് നോക്കിയാൽ മതി. അതാണ് തുടക്കത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന് വേണമെങ്കിൽ ഒരു കോട്ടൺ കൊണ്ടോ ഒരു തുണി കൊണ്ടോ ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് ഉമിനീരൊന്ന് ഒപ്പിയിട്ടൊന്ന് നോക്കിക്കഴിഞ്ഞാൽ സാധാരണ പല്ലിൻ്റെ കളർ നമുക്ക് അറിയാം. നല്ല ഒരു ഷൈനിങ് പേളി വൈറ്റ് കളറാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ചോക്കി വൈറ്റ് പോലെ ഒരു കളർ ഡിഫറൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം. അത് പ്രത്യേകിച്ചും കാണുക മോണയും പല്ലും ചേരുന്ന ഭാഗത്താണ്. അതുണ്ടോ എന്ന് നോക്കാം. ഈ സമയത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയാൽ പിന്നീട് അത് ബ്രൗണിഷ് ഡിസ്കളറേഷനായിട്ട് കുറച്ചുകൂടി പോയിട്ട് ഇനാമലൊക്കെ പോയി ഉള്ളിലുള്ള ഡെൻറ്റിൻ കാണാൻ തുടങ്ങുന്ന രൂപത്തിൽ ഒരു ബ്രൗണിഷ് ഡിസ്കളറേഷനിലേക്ക് പോകും. ആ സമയത്ത് അധികം ആളുകളും നോട്ട് ചെയ്യും. ഇനി ആ സമയത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് പല്ലിൻ്റെ ഈ നമ്മുടെ മുൻവശത്ത് മാത്രമല്ല ബാക്കിലും ഉള്ളിൽ അണ്ണാക്കിൻ്റെയോ അല്ലെങ്കിൽ നാവിൻ്റെയൊക്കെ ഭാഗത്ത് ഉള്ളിലും മൊത്തം പല്ലിനെ ഒരു ചുറ്റും കേടാക്കിയിട്ട് പല്ല് പിന്നെ പൊട്ടിപ്പോകുന്നു. അതായത് ഒരു കുറ്റിപ്പല്ല് മാത്രമായിട്ട് നമുക്ക് 3 3.5 4 വയസ്സായിട്ടുള്ള കുട്ടികളുടെ ഒരുപാട് മുൻനിരയിലെ പല്ലുകൾ അങ്ങനെ കാണാം. ഇത് കാര്യമായിട്ടും ബാധിക്കുന്നത് മേൽവരിയിലെ മുൻനിരയിലെ പല്ലുകളെയാണ്. താഴ്വരിയിലെ പല്ലുകൾ അധികവും സ്പെയർഡാണ്. അതിനെ ബാധിക്കുന്നില്ല എന്ന് തന്നെ പറയാം ഈ നഴ്സിംഗ് ബോട്ടിൽ കാരീസ്. കാരണം നമുക്കറിയാം പാല് കുടിക്കുന്ന സമയത്ത് നാവ് ഇതിനെ പ്രൊട്ടക്ഷനായിട്ട് നമ്മൾ സക്ക് ചെയ്യുന്ന സമയത്ത് നാവ് ഇതിന് പ്രൊട്ടക്ഷനായിട്ട് മാറുന്നു. നാവ് അതിനെ കവർ ചെയ്യുന്നുണ്ട് താഴ്വരിയിലെ പല്ലുകളെ. അതേപോലെ തന്നെ അതിലേറെ അതിൻ്റെ അവിടെ നമ്മുടെ സബ്ലിംഗ്വൽ സലൈവറി ഗ്ലാൻസ് ഉമിനീർ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രന്ഥികളുണ്ട്. ആ ഗ്രന്ഥികൾ ഒരുപാട് ഉമിനീർ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ട് തന്നെ അവിടെ ക്ലിയറായി ചെയ്തിട്ട് അതിനെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് താഴ്വരിയിലെ പല്ലുകൾ കേടാവാതെ മുൻനിരയിലെ പല്ലുകൾ കേടാവാതെ കാണുന്നത് ഇത്തരത്തിലുള്ള കുട്ടികളിൽ. അപ്പോൾ വീട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ പാൽ കൊടുക്കുന്ന കുട്ടികൾ, കുപ്പിപ്പാൽ കൊടുക്കുന്ന കുട്ടികളൊക്കെ അമ്മമാർ പ്രത്യേകം ശ്രദ്ധിച്ചൊന്ന് ചുണ്ട് മേൽപോട്ടാക്കിയിട്ട് ഇത് നോക്കണം. ഇങ്ങനെ നമ്മൾ ഈ സ്റ്റേജിൽ തന്നെ ഇത് കണ്ടെത്തി കഴിഞ്ഞാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മുടെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ ഞങ്ങൾക്ക് അതിനെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാനും ഫ്ലൂറൈഡ് ട്രീറ്റ്മെൻറ്റ് വഴി അതിനെ ആ സ്റ്റേജിൽ തന്നെ പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും. ഫ്ലൂറൈഡ് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഒരു ട്രേ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അതിലും ചെറിയ പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ സാധാരണ പെയിൻറ്റ് ചെയ്യുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഫ്ലൂറൈഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് സെക്കൻഡ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെ അടയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. പല്ലിൻ്റെ അതേ കളറുള്ള മെറ്റീരിയൽസ് കൊണ്ട് അടച്ചിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇനി പൾപ്പിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ വേദനയും ബുദ്ധിമുട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനെ വലിയ ആളുകളുടെ റൂട്ട് കനാൽ ചെയ്യുന്നത് പോലെ പൾപ്പക്ടമി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പല്ലുകളെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറ്റും. ഇങ്ങനെയൊന്നും നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് കുറ്റിപ്പല്ലുകളായിട്ട് മോണയിൽ വീക്കവും ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് ഇപ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കഴിക്കാൻ വിമുഖത കാണിക്കുന്ന ഒരുപാട് കുട്ടികളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇവർക്ക് എന്ത് വായി ഇടുമ്പോഴും വേദനയും ബുദ്ധിമുട്ടുകളായിരിക്കും. അത്തരത്തിലുള്ള കുട്ടികൾ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. അതേപോലെ അവരുടെ ഗ്രോത്തിനെയും ഡെവലപ്മെൻറ്റിനെയൊക്കെ അത് ബാധിക്കും. മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ സ്പീച്ച് ഡെവലപ്മെൻറ്റിനെ അതേപോലെ അവരുടെ സെൽഫ് കോൺഫിഡൻസിനെയൊക്കെ ബാധിച്ചിട്ട് അവർ അന്തർമുഖരായിട്ടുള്ള കുട്ടികളായിട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പം നമുക്ക് ഇതിനെ എളുപ്പത്തിൽ എങ്ങനെ തടയാമെന്ന് നോക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമതായിട്ട് വേണ്ടത് നമുക്ക് നമ്മുടെ പാരൻസിൻ്റെ ഓറൽ ഹെൽത്ത് അല്ലെങ്കിൽ ഓറൽ ഹൈജീൻ, നമ്മുടെ വായിലെ ശുചിത്വം ഏറ്റവും നന്നായി സൂക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ വായിൽ കേടാവാത്ത പല്ലുകളും അതേപോലെ തന്നെ നമ്മൾ ശരിക്കും ബ്രഷിങ്ങും പ്രത്യേകിച്ചും പ്രഗ്നൻസിൻ്റെ സമയത്തും അതേപോലെ ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ നമ്മൾ വായ ശരിയായി ശുദ്ധിയായി സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മുടെ വായിൽ ഈ പല്ല് കേടാക്കുന്ന ബാക്ടീരിയകളുടെ എണ്ണം കുറയും. അപ്പോൾ അങ്ങനെ നമ്മൾ വായ ശുദ്ധിയാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടത്. രണ്ടാമതായിട്ട് വേണ്ടത് നമ്മൾ കുട്ടികൾക്ക് കുപ്പിപ്പാൽ കൊടുക്കുന്ന ശീലം നിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഞാൻ ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായും ബ്രസ്റ്റ് ഫീഡിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ 6 മാസത്തിന് ശേഷം ബ്രസ്റ്റ് ഫീഡിങ്ങിനോടൊപ്പം കുട്ടികൾക്ക് പലതരത്തിലുള്ള ഭക്ഷണങ്ങളും കൊടുക്കും. എപ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ വായ അവരുടെ ശുദ്ധിയായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം.
കുട്ടികളല്ലേ എന്ന് വിചാരിച്ച് ഒരിക്കലും അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് കളയരുത്. ഞാൻ പറഞ്ഞുതരാം. നമ്മൾ കുഞ്ഞ് ജനിച്ച് മുലപ്പാൽ കൊടുക്കത്ത് തുടങ്ങുന്നത് മുതൽ തന്നെ പാല് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു നല്ല വൃത്തിയുള്ള തുണി കൊണ്ട് ചിത്രത്തിൽ കാണുന്നത് പോലെ കുട്ടികളുടെ മോണെ ഒന്ന് വൃത്തിയാക്കിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം അമ്മമാർ ശ്രദ്ധിക്കണം. ഇത് പ്രത്യേകിച്ചും ഉറങ്ങുന്നതിന് മുമ്പ് ഒരിക്കലും മറന്നു പോകരുത്. പല്ല് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കുട്ടികൾക്ക് 6 മാസത്തിൽ പല്ല് വന്നു കഴിഞ്ഞാൽ 1-2 പല്ല് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കുട്ടികളുടെ പല്ല് വൃത്തിയാക്കാൻ പറ്റുന്ന ഫിംഗർ ബ്രഷസ് കിട്ടും. ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങൾക്ക് അത് കുട്ടികളുടെ പല്ലിൽ വെച്ചിട്ട് എളുപ്പത്തിൽ നിങ്ങൾക്ക് ബ്രഷ് ചെയ്തിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പറ്റും. 1 വയസ്സ് കഴിഞ്ഞിട്ട് നമുക്ക് കുട്ടികൾക്ക് എപ്പോഴും അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഹാൻഡിൽ പിടിപ്പിച്ചിട്ടുള്ള ഒരുപാട് നല്ല തരത്തിലുള്ള ബ്രഷുകൾ കിട്ടും. ഇനി കുട്ടികൾക്ക് ഫാസിനേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രിക് ടൂത്ത് ബ്രഷസ് കിട്ടും. അപ്പോൾ അങ്ങനത്തെ ഏതെങ്കിലും ബ്രഷിൽ നമ്മൾ അവരെയും കൂടി അവർക്ക് അങ്ങനത്തെ ബ്രഷുകൾ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരെ ഇൻവോൾവ് ചെയ്യിച്ചിട്ട് കണ്ണാടിക്ക് മുമ്പിലിരുന്ന് നമ്മളും കൂടി അവരെ ഹെൽപ്പ് ചെയ്തിട്ട് ബ്രഷ് ചെയ്യുന്ന ശീലം, ഓറൽ ഹൈജീൻ ഹാബിറ്റ്സ് നമ്മൾ ചെറിയ കുട്ടികളിൽ വളരെ നല്ല രൂപത്തിൽ വളർത്തിയെടുക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏത് സമയത്ത് നമ്മൾ കുട്ടികൾക്ക് പാല് കൊടുത്താലും ഒരു ചെറിയ നല്ല നനഞ്ഞ ഒരു വൃത്തിയുള്ള കോട്ടൺ കൊണ്ട് ഒന്ന് അത് വൃത്തിയാക്കി കൊടുക്കണം. ഈവൻ പല്ല് വന്നിട്ടില്ലെങ്കിൽ മോണ നമ്മൾ വൃത്തിയാക്കി കൊടുക്കണം. എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് മോണൊക്കെ ഒരു മസാജും കൂടിയാവും. അതേപോലെ പല്ലുകളൊക്കെ പെട്ടെന്ന് പുറത്തേക്ക് വരാനൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഒരിക്കലും ഈ കുട്ടികൾക്ക് നമ്മൾ ഇനി കുപ്പിപ്പാൽ കൊടുക്കേണ്ട അവസരം ഉണ്ടാകുന്ന സമയത്ത്, ചിലപ്പം ഹസ്ബൻഡും വൈഫും രണ്ടുപേരൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ പാല് കൊടുക്കേണ്ടി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും അത് ഷുഗർ ആഡ് ചെയ്തിട്ട് കൊടുക്കുന്നൊരു ശീലം ഉണ്ടാക്കരുത്. ഷുഗർ ആഡ് ചെയ്യാതെ സാധാ പാല് കൊടുക്കുക. നമ്മുടെ കെയർ ടേക്കേഴ്സിൻ്റെ അടുത്തും നാനീസിൻ്റെ അടുത്തും, അല്ലെങ്കിൽ നമ്മൾ അവരെ ഏതെങ്കിലും തരത്തിലുള്ള കെയർ സെൻറ്റേഴ്സിൽ അയക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഈ കാര്യം പറഞ്ഞു കൊടുക്കുക. പാല് കുടിച്ചതിന് ശേഷം വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും, അറ്റ്ലീസ്റ്റ് അതിനൊന്നും സാധിച്ചിട്ടില്ലെങ്കിൽ പാല് കൊടുത്തു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരു കുപ്പിയിൽ വെള്ളം കുടിപ്പിക്കുക. കുറച്ചെങ്കിലും അത് ക്ലീൻ ചെയ്തിട്ട് പോകാൻ അത് സഹായിക്കും. പ്രത്യേകിച്ചും രാത്രി ഉറങ്ങുന്ന സമയത്തൊക്കെ ഇന്ന് ലാസ്റ്റ് വെള്ളം കുടിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഒന്നുള്ളത്, നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത്, പാല് കൊടുത്തിട്ട് ഉറക്കുന്ന ശീലം ഒഴിവാക്കുന്നതിന് പകരം നേരത്തെ തന്നെ ഉറങ്ങുന്നതിന് മുമ്പ്, ഇനി കുപ്പി കുടിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും ഒക്കെ നേരത്തെ പാല് കൊടുത്തിട്ട് കുഞ്ഞിനെ വയറ് നിറച്ച് വായ കഴുകിയതിന് ശേഷം ഉറക്കാൻ വേണ്ടിയിട്ട് പോവുക. അല്ലാതെ പാൽക്കുപ്പിയുമായിട്ട് ഉറങ്ങുന്ന ഒരു ശീലം ഒഴിവാക്കുക. ഇൻ കേസ് ഇനിയിപ്പോൾ ചില കുട്ടികൾക്കൊക്കെ, ചില അമ്മമാർക്കൊക്കെ ഒരു സംശയം ഉണ്ടാവും, ഞങ്ങൾ കുട്ടികൾ അങ്ങനെ ശീലിച്ചു പോയാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ആ ശീലം മാറ്റിയേ തീരുള്ളൂ. കാരണം നമ്മുടെ പല്ലുകൾ സംരക്ഷിക്കപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. മാറ്റണമെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ആദ്യം കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടാകും. ആദ്യം നമ്മൾ ആ പാലിനൊന്ന് നേർപ്പിച്ചിട്ട് വെള്ളം ആഡ് ചെയ്തിട്ട് കൊടുത്തു തുടങ്ങുക. പിന്നെ ക്രമേണ അത് വെള്ളം മാത്രം ആക്കിയിട്ട് മാറ്റുക. അപ്പം കുട്ടികൾക്ക് ആ ഹാബിറ്റ് ഉണ്ടാവും, ഇങ്ങനെ സക്ക് ചെയ്തിട്ട് ഉറങ്ങുന്നത്. വെള്ളം സക്ക് ചെയ്യുമ്പോഴും അവർക്ക് ആ ഫീലിംഗ് വരും. കാരണം ഓൾറെഡി പാല് കുടിച്ചിട്ട് അവർ ഫുള്ളായതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് ഉറങ്ങാനും പറ്റും. ഇൻ കേസ് ഇനി ഇടയ്ക്ക് എണീറ്റിട്ട് പാൽ കുടിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും നമ്മളത് കുടിച്ചതിന് ശേഷം ആ നനഞ്ഞ തുണി കൊണ്ടൊന്ന് വൃത്തിയാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കാണുന്നത് ഈ കുപ്പിപ്പാലുമായിട്ടാണ് കുട്ടികളെ എപ്പോഴും, ഒരു കയ്യിൽ ടാബും ഉണ്ടാകും, ഒരു കയ്യിൽ കുപ്പിപ്പാലുമായിട്ടുണ്ടായിരിക്കുക. പ്രത്യേകിച്ചും വർക്കിംഗ് പാരൻസിൻ്റെയൊക്കെ ഇതിൽ. അപ്പോൾ കുട്ടികൾ പലപ്പോഴും കരയുന്നത് തന്നെ ഈ പാൽക്കുപ്പി താഴെ വീഴുമ്പോഴോ അല്ലെങ്കിൽ ടാബിലെ ചാർജ് കഴിയുമ്പോഴൊക്കെ ആയിരിക്കും. ഇത്തരത്തിലുള്ള കുട്ടികളെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം നമ്മൾ ആരാണോ അവരുടെ സിബ്ലിംഗ്, അവരുടെ മൂത്ത കുട്ടികളാണെങ്കിലും അവരെയൊക്കെ നമ്മളത് പറഞ്ഞ് പരിശീലിപ്പിക്കണം. അതുപോലെ കുട്ടികൾക്ക് ഇത് കഴിഞ്ഞിട്ട് ഒന്നിച്ച് ബ്രഷ് ചെയ്യുന്ന ഒരു സ്വഭാവം പഠിപ്പിച്ചു കൊടുത്താൽ കുട്ടികൾ സ്വാഭാവികമായിട്ടും കുറച്ച് കഴിയുമ്പം അതിനോട് അഡോപ്റ്റ് ആയിക്കോളും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഉള്ളത്. പിന്നെ രണ്ടാമത്, ഇനി ഇതൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ചില ആളുകൾക്ക് സ്വഭാവമുണ്ട്, അത് ഇത്തരത്തിലുള്ള കുപ്പികളിൽ ജ്യൂസോ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഷുഗറി ഐറ്റംസ് അത് നിർത്തിയേ പറ്റൂ. മറ്റൊന്നുള്ളത്, ചില ആളുകളെങ്കിലും
പാസിഫയേഴ്സ് ഉപയോഗിക്കുന്നവരായിരിക്കും കുട്ടികൾ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് ഹണിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ടുള്ള പാസിഫയേഴ്സ് ഇങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഉറിഞ്ചാൻ വേണ്ടിയിട്ട് കൊടുക്കും. അപ്പോൾ ഈ സ്വഭാവം ഹണിയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഷുഗറുള്ള സാധനങ്ങൾ കൊടുക്കുന്നത് നിർത്തുക തന്നെ വേണം. അത് കോൺസ്റ്റൻ്റ് ആയിട്ട് അവരുടെ പല്ലുകളിൽ ഷുഗർ കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ പല്ലുകൾ എളുപ്പത്തിൽ കേടാക്കാൻ വേണ്ടിയിട്ട് അതിന് കഴിയുന്നു എന്നുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ ഷുഗറി അല്ലെങ്കിൽ നമ്മുടെ ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള കാർബോഹൈഡ്രേറ്റ്സ് കൊടുക്കുന്നത്, ഇപ്പോൾ ചിപ്സോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് മാറ്റിയിട്ട് അതിന് പകരം ചെറുപ്പത്തിൽ തന്നെ നമുക്ക് നല്ല കടിക്കാൻ പറ്റുന്ന, ഇപ്പോൾ കുക്കുംബറൊക്കെ പോലെയുള്ള പച്ചക്കറികൾ നന്നായിട്ട് അരിഞ്ഞു കൊടുത്തിട്ട് അവരെ കടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക. അത് പല്ല് നന്നായിട്ട് വളരാനും അതേപോലെ കുട്ടികളിൽ നല്ല ഈറ്റിംഗ് ഹാബിറ്റ്സ് വരാനും ഒക്കെ സഹായകമാകും. പ്രത്യേകിച്ചും നല്ല ഫ്രൂട്ട്സ്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ എടുത്ത് കയ്യിൽ കൊടുക്കാവുന്നല്ലോ. അപ്പോൾ നമ്മളാണ് അവരെ ഓരോന്ന് കൊടുത്തിട്ട് ശീലിപ്പിക്കുന്നത്. ഈ ശീലങ്ങൾ നമ്മൾ മാറ്റിയേ തീരുള്ളൂ. പലരും ചോദിക്കുന്ന പണ്ടൊന്നും ഇങ്ങനെ പല്ല് കേടാവാറില്ലല്ലോ, നമ്മുടെ ഭക്ഷണശീലങ്ങൾ ഒരുപാട് മാറി എന്നുള്ളത് തന്നെയാണ് അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് തിരിച്ച് നല്ല ഭക്ഷണശീലത്തിലേക്ക് നമ്മൾ മാറിയേ മതിയാവുകയുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ചും ചോക്ലേറ്റോ ബാക്കി സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വായൊന്ന് കഴുകുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഡീക്കേസിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് അവരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുമെന്നുള്ളതാണ്. നമ്മുടെയൊക്കെ കുട്ടികൾക്ക് 1 വയസ്സിന് ശേഷം നമുക്ക് അവർക്ക് കപ്പിലോ ഗ്ലാസ്സിലൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കാം. അപ്പോൾ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തത് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കുട്ടികളുടെ പാൽപ്പല്ലുകൾ കേടാവുന്നത് ഈ പാല് കുടിക്കുന്ന ശീലം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ എങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാമെന്നും അത് വീട്ടിൽ വെച്ച് തന്നെ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്, പ്രത്യേകിച്ചും അമ്മമാർക്കും എല്ലാ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും അവരുടെയൊക്കെ അറിവിലേക്കായി ഇത് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി ഒരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും ഫ്രണ്ട്സിൻ്റെയും മറ്റുമൊക്കെ അറിവിലേക്കായി ഇതിന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസും ലൈക്സും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പേഴ്സണലായിട്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.